വിശദമായി നോക്കാം. ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ നിർണായക കണ്ടെത്തൽ. മനുഷ്യാസ്തി എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തി. പ്രതി സെബാസ്റ്റ്യനുമായി പള്ളിപ്പുറത്തുള്ള വീട്ടിൽ തെളിവെടുപ്പ് തുടരുകയാണ്. കുളം വറ്റിച്ചും പരിശോധന നടത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി യു ഷൈജു ആണ് ചേരുന്നത്. ഷൈജു, ഇപ്പോഴും പരിശോധന തുടരുകയാണോ? എത്ര നിർണായകമായ കണ്ടെത്തലാണ് ഇന്നുണ്ടായിട്ടുള്ളത്? നിലവിൽ ഇപ്പോൾ എവിടെയാണ് പരിശോധന നടക്കുന്നത്? ദിവ്യ, അതായത് ഈ അന്വേഷണ സംഘം നേരത്തെ തീരുമാനിച്ചതനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ, ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ന് രാവിലെ തന്നെ ഇവിടേക്ക് യന്ത്രങ്ങളും മറ്റ് സാമഗ്രികളും എത്തിക്കുന്നു. 1 മണിയോടുകൂടി സെബാസ്റ്റ്യനുമായി കോട്ടയം ക്രൈംബ്രാഞ്ച് ഇവിടേക്ക് വരുന്നു. 1 മണിക്ക് ഈ തെളിവെടുപ്പ് പരിശോധന ആരംഭിക്കുന്നു. അങ്ങേയറ്റം സങ്കീർണമാണ് പരിശോധന. കാരണം 2.5 ഏക്കറോളം സ്ഥലം വരുന്ന ഒരു പ്രദേശം. ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാം പോലീസൊക്കെ നിൽക്കുന്നത്. ഈ സ്ഥലത്ത് പരിശോധിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർണത ഇതിലുണ്ട്. കാരണം ഇത്രയും സ്ഥലം കാട് പിടിച്ച് കിടക്കുന്നു. ആ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തിൽ പരമാവധി സ്ഥലങ്ങൾ ആദ്യം കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുന്നു. അതിനുശേഷം അവർ നേരത്തെ തന്നെ തിരിച്ചറിയപ്പെട്ടിരുന്ന ചില സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കുഴിയെടുത്ത് പരിശോധിക്കുക എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമായും തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം അസ്ഥികൂടം കണ്ടെടുത്ത അതിന് സമീപത്ത് കുഴിയെടുത്തപ്പോൾ ലഭിച്ച ഒരു വസ്തു, അതായത് അസ്ഥികൂടം അസ്ഥി എന്ന് സംശയിക്കുന്ന വസ്തുവാണ് ലഭിച്ചത്. അത് പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് സമാനമായ പല വസ്തുക്കളും പല കുഴികളിൽ നിന്നും ലഭിച്ചു എന്നാണ്. ഏതാണ്ട് 10ഓളം കുഴികൾ ഇതുവരെ ഈ പറമ്പിനകത്ത് കുഴിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെയൊക്കെ മാറ്റി നിർത്തി വളരെ ദൂരെ നിന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പോലും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഫയർഫോഴ്സിന്റെ വാഹനം എത്തിച്ച് അവരുടെ വലിയ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് കുളം വറ്റിക്കുന്ന രീതി 3 കുളങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുളം നേരത്തെ തന്നെ വറ്റിച്ച് അതിനകത്ത് JCB ഇറക്കി ഇത് പരിശോധന നടത്തി. അതിൽ നിന്നും ചില വസ്തുക്കൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം അവർ ശേഖരിച്ച് ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെയുണ്ട്. അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അത് മാറ്റും. ഇതോടൊപ്പം തന്നെ ഈ തഹസീൽദാരുടെ നേതൃത്വത്തിൽ, അതായത് ചേർത്തല തഹസീൽദാർ, വാർഡ് പഞ്ചായത്ത് അംഗം അടക്കമുള്ള ആളുകൾ, ആലപ്പുഴ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ സംഘം, അവർ 2 കൂട്ടരും ഇതിലുണ്ട്. കാരണം ഇതിൽ പരാതി, ഈ തിരോധാന കേസുകളിൽ വ്യത്യസ്ത പരാതികളാണ് കിട്ടിയത്. ജൈനമ്മ കേസിലെ തിരോധാന കേസിലെ പരാതി കോട്ടയം ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കുന്നത് എങ്കിൽ സിന്ധുവിൻ്റെയും ബിന്ദുവിൻ്റെയും ഐഷയുടെയും ഈ തിരോധാന കേസുകൾ അന്വേഷിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സംയുക്ത സംഘം ഇവിടെ ഇതിനെല്ലാം സാക്ഷിയായി നിലയുറപ്പിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യനെ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളും ചോദിച്ചറിഞ്ഞ് സ്പോട്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെ കുഴി തുറക്കുന്ന ഓരോ സ്ഥലത്തും പരിശോധിക്കുകയും കുഴിക്കുകയും കുളം വറ്റിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ സെബാസ്റ്റ്യൻ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ? ദിവ്യ, അതായത് ചില സങ്കീർണ പ്രശ്നങ്ങൾ അന്വേഷണ സംഘം നേരിടുന്നുണ്ട്. സെബാസ്റ്റ്യൻ ചില വിവരങ്ങൾ നൽകുന്നു എന്നതുപോലെ തന്നെ ചില വിവരങ്ങൾ നൽകുന്നില്ല എന്നതും അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അദ്ദേഹം അന്വേഷണ സംഘത്തെ എങ്ങനെ വട്ടം ചുറ്റിക്കാം എന്നത് പല സന്ദർഭത്തിൽ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് എന്നാണ് അന്വേഷണ സംഘവുമായി നമുക്ക് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ആദ്യം പറയുന്ന കാര്യങ്ങൾ പിന്നീട് തിരുത്തി പറയുന്നു, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ അന്വേഷണവുമായി പൂർണ്ണതോതിൽ സഹകരിക്കുന്ന ഒരു രീതി ഈ സെബാസ്റ്റ്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തന്നെ പല സന്ദർഭങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കി തരുന്നുമുണ്ട്. അതനുസരിച്ച് ഈ സെബാസ്റ്റ്യൻ നൽകുന്ന വിവരവുമുണ്ട്. സെബാസ്റ്റ്യന് എതിരെ ലഭിച്ച പരാതികളുടെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച ചില വിവരങ്ങൾ, ആ വിവരങ്ങളുടെ 2 വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ വെച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്.